Hello friends, welcome to Simnas notebook. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഗുലാബ് ജാമുൻ ആണ്. അതായത് ബ്രെഡ് കൊണ്ടുള്ള ഒരു ഗുലാബ് ജാമുൻ. വളരെ ടേസ്റ്റ് ആട്ടോ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിൻ്റെ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ വരും. അത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇന്ന് നമ്മൾ ഈ സ്വീറ്റ് ഉണ്ടാക്കാനുള്ള കാരണം ഞങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള സനീറിൻ്റെയും നെസ്സിയുടെയും 3rd വെഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു മധുരം ആയിക്കോട്ടെ അല്ലേ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഇത്. അപ്പോൾ നമുക്ക് ബ്രെഡ് ഗുലാബ് ജാമുൻ ഉണ്ടാക്കാൻ തുടങ്ങാം. ബ്രെഡ് ഗുലാബ് ജാമുൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ 10 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് വൈറ്റ് പോർഷൻ മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. ഈ ബ്രെഡ് കണ്ടില്ലേ, നമ്മളിങ്ങനെ തൊടുമ്പോൾ ഇങ്ങനെ ഇളകി വരുന്ന ടൈപ്പിലുള്ള ബ്രെഡാണ് നമ്മൾ എടുക്കേണ്ടത്. ഇങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ ബ്രെഡ് ഗുലാബ് ജാമുൻ നന്നായിട്ട് വരും. ഇനി നമുക്കിത് കൈ കൊണ്ടോ അല്ലെങ്കിൽ ഒരു മിക്സിയുടെ ജാറിലിട്ടോ ഇതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പം ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇത് ചെറിയ ചെറിയ പീസാക്കി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പം അങ്ങനെ പൊടിച്ചെടുത്തതാണ്. ഇത് ഞാനൊരു ബൗളിലേക്ക് മാറ്റി. കണ്ടില്ലേ, നന്നായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ പൊടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ മിക്സിയുടെ ജാറിൽ ഒട്ടും വെള്ളം പാടില്ല. ഒരു തുള്ളി വെള്ളമില്ലാതെ നല്ല ഡ്രൈ ആയിട്ടുള്ള ജാറിലാണ് നമ്മൾ ഇതുപോലെ പൊടിച്ചെടുത്തത്. നന്നായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. കൈകൊണ്ട് പൊടിച്ചാലും മതി. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ സ്പൂൺ വെച്ച് തന്നെ ഇതുമായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ നെയ്യും ബ്രെഡും എല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴഞ്ഞു വരട്ടെ. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് പാല, അതായത് വെള്ളം ഒന്നും ചേർക്കാത്ത പാല് ഞാൻ നന്നായിട്ട് തിളപ്പിച്ചിട്ട് അതൊന്ന് വറ്റിക്കണമെന്നൊന്നുമില്ല. കണ്ടില്ലേ, പാല് ഞാൻ ചേർത്ത് കൊടുത്തു. അപ്പൊ ആ പാല് ഒരുപാട് നമ്മൾ ചേർത്ത് കൊടുക്കരുത്. കുറേശ്ശെ പാല് നമ്മൾ ഒഴിച്ചു കൊടുത്ത് ഇത് കുഴച്ചെടുക്കണം. എന്ന് പറയുമ്പോൾ നമ്മുടെ പുട്ടിന്റെ പരുവം, ആ ഒരു പരുവത്തിനാണ് നമ്മൾ കുഴച്ചെടുക്കുന്നത്. അങ്ങ് കുഴഞ്ഞു പോകരുത്. അപ്പൊ പാലിന് കറക്റ്റ് ഒരു കണക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാവില്ല ഒരു പുട്ടിന്റെ പരുവം എന്താണെന്ന്. ഇങ്ങനെ നമ്മൾ ബോൾ ആക്കുമ്പം ഒരു ബോൾ ആയിട്ട് വരണം, അതാണ് നമ്മുടെ പരുവം. അപ്പം നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് ബോളാക്കി എടുക്കാം. കണ്ടില്ലേ, ഇതാണ് നല്ല ബോളായിട്ട് വന്നിട്ടില്ലേ. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇങ്ങനെ ബോളാക്കുമ്പം ഈ ബോളിൽ ക്രാക്സ് ഒന്നും പാടില്ല, ഒരു പൊട്ടലും പാടില്ല. നല്ല ബോളായിട്ട് കിട്ടണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് ഷുഗർ സിറപ്പിലേക്ക് ഇടുന്ന സമയത്ത് ഇതങ്ങ് വിണ്ട് കീറും. അപ്പോൾ ഇതുപോലെ നല്ല ബോളാക്കി എടുക്കണം. ആവശ്യത്തിന് നമ്മൾ പാലൊഴിച്ച് കുഴച്ചാൽ മതി. ഒരുപാട് പാലൊഴിക്കാതെ ആവശ്യത്തിന് പാലൊഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ നല്ല ബോളായിട്ട് കിട്ടും. അപ്പം നമ്മുടെ എല്ലാ ബോളും, അതായത് ഈ മാവ് ഫുള്ള് നമുക്ക് ഈ ബ്രെഡിൻ്റെ ഇത് മൊത്തം നമുക്ക് ബോൾസ് ആക്കി എടുക്കാം. അങ്ങനെ ഏകദേശം ഞാൻ ഒരു 11 ബോളോളം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കണം. അപ്പോൾ അതിനു വേണ്ടി ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. 2 കപ്പ് വെള്ളത്തിന് 1.25 കപ്പോളം പഞ്ചസാര ഇട്ട് കൊടുത്തു. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരട്ടെ. ഞാനൊരു അല്പം ഏലക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത ഏലക്ക. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഒരു പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ഈ ഓരോ ബോൾസും നമുക്ക് ഇതിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഹൈ ഫ്ലെയിമിലോ മീഡിയത്തിലോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പുറം ഭാഗം മാത്രമേ ഫ്രൈ ആയിട്ട് വരത്തുള്ളൂ, ഉൾവശം വേവൂല. അതുപോലെ തന്നെ ഒരുപാട് വെള്ളം ചേർത്താണ് നമ്മൾ ഈ ബോൾ കുഴച്ച് എടുത്ത് ബോളാക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉൾവശം ഒട്ടും വേവൂല. അതുകൊണ്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാൻ പാടുള്ളൂ. ഏകദേശം ഒരു ബ്രൗൺ കളറോളം ആവണം. നമുക്കിങ്ങനെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ മറിച്ച് കൊടുത്തുകൊണ്ടേയിരിക്കാം. ശരിയായിട്ടുണ്ട്. നമ്മുടെ ബോൾസ് എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. നമ്മുടെ ഗുലാബ് ജാമുൻ്റെ ബോൾസ് റെഡിയായി. ഇതിനെ നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ ഷുഗർ സിറപ്പ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഈ ഇതിലിട്ട് കൊടുത്തിരിക്കുന്ന ഈ ഏലക്കയൊക്കെ അങ്ങ് മാറ്റാം. അതിൻ്റെ ആ ഫ്ലേവറൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ നമ്മുടെ വെള്ളത്തിൽ. ഇനി നമുക്ക് ഏലക്കയുടെ ആവശ്യമില്ലല്ലോ. അതായത് ഇതിൻ്റെ പരുവം എന്ന് പറഞ്ഞാൽ ഒരു നൂൽ പരുവമല്ല, എന്നാൽ നല്ല ലൂസും അല്ല. അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു പരുവത്തിൽ വേണം അതുവരെ വേണം നമ്മൾ ഈ ഷുഗർ സിറപ്പ് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ഏകദേശം നല്ല കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പരുവം. ഇനി ഞാൻ ഏലക്കയൊക്കെ എടുത്ത് മാറ്റുവാണ്. അപ്പോൾ ഏലക്കയൊക്കെ എടുത്ത് മാറ്റി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ബോള് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അത് ഇട്ട് കൊടുത്തിട്ട് 1 മിനിറ്റ് നമുക്കൊന്ന് ചൂടാക്കാം. അതിനുശേഷം ഇത് നമ്മൾ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഒരു 30 മിനിറ്റ് വരെ നമ്മൾ ഈ ബോൾസ് എല്ലാം ഈ ഷുഗർ സിറപ്പിലിടണം. അങ്ങനെ ഇടുമ്പോൾ ഈ ഷുഗർ സിറപ്പ് എന്ന് പറയുന്നത് ഈ ബോൾസ് ഈ ഷുഗർ സിറപ്പിനെ എല്ലാം വലിച്ചെടുക്കും. എന്നിട്ട് നന്നായിട്ട് വരും. അപ്പോൾ നമുക്ക് നോക്കാം. 1/2 മണിക്കൂറായിട്ടുണ്ട്. നമുക്ക് എടുത്ത് നോക്കാം. കണ്ടില്ലേ, നമ്മുടെ ബ്രെഡ് ഗുലാബ് ജാമുൻ റെഡി ആയിട്ടുണ്ട്. ആ ഷുഗർ സിറപ്പ് എല്ലാം ആ ബോൾ വലിച്ചെടുത്ത് നല്ല പൊന്തി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പം അങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് ഗുലാബ് ജാമുൻ റെഡിയായി. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അല്ലേ. ഇപ്പം നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആണ്. അതുകൊണ്ട് നന്നായിട്ട് കട്ടായി വരുന്നുണ്ട്.
അപ്പോൾ ആ ഷുഗർ സിറപ്പും ഒക്കെ ആയിട്ട് ചേർന്നിട്ട് നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റിയുമാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴുള്ളൊരു സാധനമായിരിക്കും ബ്രെഡ്. അപ്പോൾ ബാലൻസ് വരുന്ന ബ്രെഡൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരു വെറൈറ്റി ബ്രെഡ് ഗുലാബ് ജാമുൻ ഉണ്ടാക്കി നോക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.